Top 10 myths about cybersecurity. Number 1. Strong passwords are enough to make you safe. സത്യം പറഞ്ഞാൽ സ്ട്രോങ് പാസ്വേഡ്സ് കൊണ്ട് അത്ര സേഫ് ആവുന്നില്ല നിങ്ങൾ. കാരണം ഇപ്പോൾ നമ്മൾ ഓരോ പാസ്വേഡ്സ് ടൈപ്പ് ചെയ്യുമ്പോഴും ആ ഒരു ലോഗിൻ പേജ് അല്ലെങ്കിൽ അവരുടെ IP തന്നെ പറയും യു വാണ്ട് ടു ബി സേഫ്, മോർ സ്ട്രോങ് പാസ്വേഡ്സ് ഉപയോഗിക്കാൻ പറയും. സത്യം പറഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കുകൾ പോലുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് പാസ്വേഡ്സ് വെച്ചിട്ട് ഈ പാസ്വേഡ്സ് അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സ്ട്രോങ് പാസ്വേഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഫിഷിങ് അല്ലെങ്കിൽ ഒരു മാൽവെയർ ഇൻജെക്ട് ചെയ്ത് നിങ്ങളുടെ ഡേറ്റാസ് കോപ്പി ചെയ്യുക, ഒരു ഡേറ്റാ ബ്രീച്ചസ്, അതിലൊക്കെ കൂടെ നിങ്ങളുടെ പാസ്വേഡ്സ് പബ്ലിഷ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുവഴി നിങ്ങളുടെ പാസ്വേഡ്സ് കിട്ടുകയും ചെയ്യും. സോ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിഫാക്ടർ ഒതന്റിക്കേഷൻ ഓണാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാഗ്രാം എല്ലാ കാര്യങ്ങളും ഗൂഗിൾ എല്ലാ മൾട്ടിഫാക്ടർ ഒതന്റിക്കേഷനും അതുപോലെ തന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളതെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമായിരിക്കും. ആൻഡ് മിത്ത് നമ്പർ 2, ഈ ഹാക്കേഴ്സ് എല്ലാം വലിയ വലിയ കമ്പനീസ് മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ളത്. ഒരു വലിയ വലിയ കമ്പനീസ് അല്ല, ഓരോ ഇൻഡിവിജ്വൽസിനെ അവർ ഹാക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ വലിയ വലിയ ടെക് കമ്പനീസിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈബർ സെക്യൂരിറ്റി വിങ്സ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു കമ്പനീനെ ഉദ്ദേശിച്ച്. കാരണം അവർക്കത് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവരൊരിക്കലും ഒരു വലിയ കമ്പനീനെ ടാർഗറ്റ് ചെയ്യത്തില്ല. എപ്പോഴും അവർ ചെറിയ ചെറിയ കമ്പനീസ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ ആയിരിക്കും ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം മറ്റേതിൽ അത്രയും സമയം അവർക്ക് എടുക്കത്തില്ല, അത്രയും റിസ്ക് ഇല്ല, പെട്ടെന്ന് ഡേറ്റാസ് എല്ലാം കിട്ടും. ത്രെട്ടൻ ചെയ്യാൻ എളുപ്പം ഇൻഡിവിജ്വൽസിനെ ആയിരിക്കും. അതായത് ഒന്നും അറിയാത്ത ആൾക്കാരെയും കൂടെ ആയിരിക്കും. അവരെയൊക്കെ പെട്ടെന്ന് അവരുടെ കെണിയിലാക്കാൻ പറ്റും. സോ ഇൻഡിവിജ്വൽ പേഴ്സൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഇല്ലേ, അതായത് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബേക്കറി എടുക്കാമെന്ന് വെച്ചോ, അതിലും നിങ്ങളതിന് ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ആ ഫ്രാഞ്ചൈസീസ് റൺ ചെയ്യുന്ന നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിലാണെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഉള്ള ഭയങ്കര ടെക് കമ്പനീസ് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനീസിനെ അപേക്ഷിച്ച്. മിത്ത് നമ്പർ 3, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ്സ് യു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. അതൊരു വലിയ പൊട്ടത്തരമാണ്. കാരണം ഇപ്പോൾ ഞാനും കൊച്ചിലെ എൻ്റെ ഫോണിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ആൻറ്റിവൈറസ്, അതായത് മറ്റേ ക്ലീൻ മാസ്റ്റർ അങ്ങനെ എന്തൊക്കെ പറയുന്ന കുറേ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. എന്നിട്ട് മറ്റേ തൊടുമ്പോഴത്തേക്കും റോക്കറ്റ് പോയിട്ട് ഫുള്ള് ക്ലീനായി ഭയങ്കര സ്പീഡാകും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭയങ്കര കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വട്ടമൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് അങ്ങും ഇങ്ങൊക്കെ ഓരോ സാധനം ഇങ്ങനെ മിന്നി കാണിച്ചിട്ട് അതിനെയൊക്കെ ക്ലീൻ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഫോണിലെ കാര്യം. ഇപ്പോൾ നമ്മൾ വിൻഡോസ് PCസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒറിജിനലായിട്ടുള്ള ആൻറ്റിവൈറസ് ഉണ്ട്. അത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നില്ല എന്നല്ല, അത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ സ്പാം മെയിൽസ് അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതുണ്ട്. അല്ലാതെ പിന്നെ ഇപ്പോൾ നിങ്ങളൊരു ക്രാക്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് മാൽവെയർ ഉണ്ടെങ്കിൽ അവരത് ഡിറ്റക്റ്റ് ചെയ്ത് പറഞ്ഞു തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിങ് ചെയ്യുന്നത്, ഫിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. സോ ആൻറ്റിവൈറസ് ഉപയോഗിക്കരുതെന്നല്ല, ഉപയോഗിക്കണം. ബട്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചിട്ട് ഉപയോഗിക്കുക. ഡിജിറ്റലിനെ സംബന്ധിച്ചോളം വിൻഡോസിലെ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ഈസ് മോർ ദാൻ ഇനഫ്. കാരണം അത്യാവശ്യം പ്രൊട്ടക്ഷൻസ് ഒക്കെ അത് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡേറ്റാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ ടോപ്പ് ന്യൂസ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്തുപയോഗിച്ചാലും കോമൺ സെൻസ് ഇസ് ദ കീ. അതില്ലെങ്കിൽ എന്തുപയോഗിച്ചാലും കാര്യമില്ല, നിങ്ങളുടെ ഡേറ്റ പോകേണ്ടടുത്ത് പോകും. ആൻഡ് മിത്ത് നമ്പർ 4, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ഇത് ഫോണാകട്ടെ ഒരു സോഫ്റ്റ്വെയർ ആകട്ടെ എന്തായിരിക്കട്ടെ, അവർക്ക് പറ്റുന്ന ഒരു ലെവൽ ഓഫ് സെക്യൂരിറ്റി അതിന് കൊടുത്തിട്ടായിരിക്കും അവർ ഇറക്കുന്നത്. ആൻഡ് അതെല്ലാം ഒരു പെൻ ടെസ്റ്റേഴ്സിനൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് അവർ ഓരോ സെക്യൂരിറ്റി പാച്ച് അപ്ഡേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ ഫോണിലൊക്കെ കിട്ടുന്ന സെക്യൂരിറ്റി പാച്ച് അപ്ഡേഷൻ അല്ലെങ്കിൽ വാട്സപ്പൊക്കെ ഇടയ്ക്ക് അപ്ഡേറ്റ് ആകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓരോ അപ്ഡേഷൻസ് നടത്തുന്നതാണ്. എല്ലാം പറയുന്ന പോലെ അപ്ഡേഷനൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്, ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത് ഒരു ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി വെച്ചിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു സിസ്റ്റം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഡേറ്റാസ് എടുക്കാൻ അതിൻ്റെ അതൊന്നും എളുപ്പമായിരിക്കും. സോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോഴത്തെ അപ്ഡേഷൻ്റെ ഒക്കെ കാര്യം വെച്ചിട്ട് രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കീപ്പ് അപ് ടു ഡേറ്റ്, നിങ്ങളുടെ സിസ്റ്റംസ് എല്ലാം അപ്ഡേറ്റ് ആക്കി വെക്കുക. പിന്നെ ഈ IT കമ്പനീസിൻ്റെ ആണ് ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് മാത്രം മാറി നിൽക്കരുത്. അവർക്കും ഒരു ലെവലുണ്ട്. ഞാൻ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഫിഷിംഗ് എന്ന് പറയുന്ന സാധനം. അത് ഒരിക്കലും ഒരു IT കമ്പനീസിന് ഈ സ്പാം മെയിൽ ഡിറ്റക്ഷൻ എന്നല്ലാതെ നിങ്ങൾ അതിൻ്റെ അകത്തും കയറി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ ഡേറ്റ പോകത്തേ ഉള്ളൂ. സോ അത് IT കമ്പനിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഓരോ ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇൻ ദ ഓൺലൈൻ വേൾഡ്. സോ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ടിപ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, അത് ലേൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ്. ആൻഡ് മിത്ത് നമ്പർ 5, Mac, Linux അങ്ങനെയുള്ള സിസ്റ്റത്തിലൊന്നും വൈറസ് അഫക്റ്റ് ആകത്തില്ല എന്നുള്ളത്.
അങ്ങനെ അഫക്റ്റ് ആകത്തില്ല നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ടെക്നോളജീസ് ഇവോൾവ് ചെയ്യാണ്, ഹാക്കേഴ്സ് അവരുടെ കേപ്പബിലിറ്റീസും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മാക് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അത് വൈറസ് അഫക്റ്റ് ആകത്തില്ല എന്നുള്ളത്. ഓഫ് കോഴ്സ് അത് അഫക്റ്റ് ആകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവെയർ ആയിട്ടിരിക്കുക. ഫയർവാൾസ് എല്ലാം എപ്പോഴും ഓണാക്കി വെച്ചേക്കുക.